അപ്പൊ ഇവരുടെയൊക്കെ പല സാധനമുണ്ട് ഇവന്റെ കയ്യിൽ. ഇവൻ ഭീഷണിപ്പെടുത്താണ്. 66F ഇട്ട ഞാൻ അങ്ങോട്ടാക്കും, ഞാൻ ഇങ്ങോട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ്. എന്തേ പോലീസിനെ ഗഡ്സ് വേണ്ടേ? എന്തല്ലാതെ പോയത്? അവിടെയാണ് പ്രശ്നം. ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, പൊതുപ്രവർത്തകരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? എന്തും പറയല്ലേ, എന്തും പറയും. അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട്. അതെപ്പോഴും ഒരു എന്താ പറയുക, IPS റാങ്കിന്റെ മേലുള്ളവരാണ്. ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവും ഏതെങ്കിലും കേസിൽപ്പെട്ടത്. അതും നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ്, ലോകവ്യാപകമാണ്. നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന്റെ വലിയ ശ്രദ്ധ ആ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ പോലീസാവുണ്ട്. ഇതെന്റെ ഒരു അനുഭവം. രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു 1-2 പാർക്ക് ഉണ്ടല്ലോ, നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം. 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ, 2300 ചില കിലോ വെയിറ്റ്. മനസ്സിലായോ? ഒരാൾക്കും 2 ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംഘമായി അതിൻ്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഒരു വിവരമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി. അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക. ഇങ്ങനെയുണ്ട് ഒരു പോലീസിന്? ഇങ്ങനെയാണോ? എങ്ങനെ ഏത് പൊട്ടന് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിയില്ല. എന്താ? അത് അക്ബർ MLA അവിടെ കിടന്നോട്ടെ. മനസ്സിലായോ? അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇനി ഇതൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഞങ്ങൾ പ്രതികരിക്കും. അതിനൊരു തർക്കവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇപ്പം ഇവിടെ എടക്കര പോലീസ് സ്റ്റേഷൻ്റെ കാര്യം സ്വാഗതം പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. MLA ആയാലും ശ്രദ്ധിക്കണം. പോത്തൂരിലും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം. എന്താ എടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം? ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയൊക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന 2 കൊല്ലം അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാ എന്തിന് എടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചു.